വസുദൈവ കുടുംബമാകണം നമ്മുടെ ലക്ഷ്യമെന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനവീകരണവും സമൂഹ നവീകരണവുമാകണം നമ്മുടെ ലക്ഷ്യം. തപസ്യ കലാസാഹിത്യവേദിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണോത്സവം പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒപ്പം കലാസാഹിത്യ മേഖലകളിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. ഹൈന്ദവ സംസ്കാരം ലോകത്തിന് മുഴുവനുള്ളതാണ്. സത്യവും കരുണയുമാണ് ധർമ്മത്തിനാധാരം. വ്യക്തിക്കപ്പുറം സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന പ്രവൃത്തികളാണ് വേണ്ടത്. ലോകത്തിന് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്തം ഭാരതത്തിനുണ്ട്. സംസ്കാര മൂല്യങ്ങൾക്കായി ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണെന്നും സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞു. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും വലിയ സ്ഥാനമുള്ള ഭാരതത്തിന്റേത് മഹത്തായ പാരമ്പര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It always says whatever you do should be for your own good as well as equally good for the society. Not only human society, for whole universe, whole creation. Everything you do should be for your own good. But what is good? That is also definite in our tradition. Atmano mokshartham jagad hitaya cha. What is the ultimate good a man can achieve by living his life, should achieve, must achieve by living his life? That is mukti, moksha. Sa kala ya vimukta, it was said sometime before on this dais. പ്രശസ്ത സാഹിത്യകാരൻ ആഷാ മേനോൻ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം മാർഗദർശി MA സാർ എന്ന MA കൃഷ്ണൻ, ആഷാ മേനോൻ, ആർട്ടിസ്റ്റ് മദനൻ, പെരുവനം കുട്ടന്മാരാർ, തിരുവഴ ജയശങ്കർ, പത്മശ്രീ തീയാടി രാമൻ, രാമേന്ദ്ര പുലവർ, സദനം കൃഷ്ണൻകുട്ടി, ശ്രീമൻ നാരായണൻ, P ബാലകൃഷ്ണൻ, MK ദേവരാജൻ, ഔസേപ്പച്ചൻ, ഉദയകൃഷ്ണ, T കലാധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്കാർ ഭാരതി അഖിലേന്ത്യാ അധ്യക്ഷനും പ്രശസ്ത വയലിനിസ്റ്റുമായ മൈസൂർ മഞ്ജുനാഥ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, സംസ്കാർ ഭാരതി അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി അഭിജിത് ഗോഖലെ, സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രൊഫസർ PG ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.